Hello ladies and gentlemen, welcome back to our channel. Our happy face. Yes, our happy face-ൽ ഇന്ന് നമ്മളൊരു അബുദാബി ടു ഷാർജ ഡ്രൈവ് വ്ളോഗ്, എന്താണ് മോട്ടോർ വ്ളോഗ്. നമ്മൾ കുറച്ച് നാളായിട്ട് മോട്ടോർ വ്ളോഗ്സ് ഫ്രൈഡേസിൽ വരാറില്ല. സോ അത് നമ്മൾ നികത്താനായിട്ടാണ് ഒരു ഫുൾ 1 hour ലെങ്ത് മോട്ടോർ വ്ളോഗ് വീഡിയോ. ഓക്കെ, നമുക്ക് കുറച്ച് സംസാരിച്ചും കുറച്ച് പാട്ടുകളൊക്കെ ഇട്ട് കോപ്പിറൈറ്റ് ഇല്ലാതെ സമാധാനമായിട്ട് പോയി വരാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ അബുദാബി, ഓക്കെ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. സോ ഞാനിവിടെ വെറുതെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അബുദാബിയിൽ സ്ഥലങ്ങൾ നമുക്ക് അത്ര ക്ലിയർലി പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. കാരണം നമ്മൾ അബുദാബിയിൽ അത്ര ഫ്രീക്വൻ്റായി വരുന്നതല്ല. ചില മീറ്റിങ്സ്, ചില സൈറ്റ് വിസിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മളിവിടെ വരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ചെറിയ പോരായ്മകളുണ്ടാവും. നമ്മളിപ്പോൾ ഇതേനെ ഇവിടെ നിന്നൊരു ഫ്രീ റൈറ്റ് ഉണ്ട് സിഗ്നലിൽ നിന്ന്. അപ്പോൾ ഓൾറെഡി ആ സിഗ്നൽ അപ്പുറത്തെ സൈഡ് ഓപ്പൺ ആയതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ട് ക്രോസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അബുദാബിയിൽ ഫുൾ കുറേ കമ്പയറിങ് ടു ദുബായ്, ഷാർജ, അബുദാബിയിൽ കൂടുതൽ ബിൽഡിങ്സ് കാണാം അല്ലേ? It's like the main Dubai area. Yeah, exactly. മെയിൻ ദുബായ് പോലെ തന്നെയാണ് നമുക്കിത് തോന്നുക. പക്ഷെ നല്ല ടോൾ റൈസ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. കുറേ കമ്പനികളുടെ ഹെഡ് ഓഫീസുകളെല്ലാം അബുദാബി, കാരണം ക്യാപിറ്റലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാ ഓഫീസസ് ഉണ്ട്. അതെ, കാരണം അബുദാബി ഒരു ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് ഇവിടെ നിറച്ച് ഇവരുടെ എല്ലാ ബ്രാഞ്ചുകളുടെ, എല്ലാ വലിയ വലിയ കമ്പനീസിൻ്റെ ആയാലും ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാം അബുദാബിയിലാണ് ഉണ്ടാവുക. അങ്ങനെ നമ്മളൊരു ആഫ്റ്റർനൂൺ ഡ്രൈവ് എന്ന് പറയാം അല്ലേ? മോമോന് എപ്പോഴും നൈറ്റ് ഡ്രൈവ്, ലോങ് ഡ്രൈവിന് പോവാന്നൊക്കെ പറയും. അപ്പോൾ ഇന്നൊരു ആഫ്റ്റർനൂൺ ഡ്രൈവിന് നമ്മൾ അങ്ങനെ ഫ്രണ്ട്സിനെ കാണാൻ വന്നതാണ്. അങ്ങനെ കണ്ടതിന് ശേഷം നമ്മളിതിന് രാവിലെ വന്നു. പക്ഷെ ഉച്ചയാകുമ്പോഴേക്കും എന്തെങ്കിലും തിരിച്ചു പോകണം, വീട്ടിൽ വേഗം എത്താം എന്ന് വിചാരിച്ചു. ദേവീ സിഗ്നലിൽ നിന്ന് നമ്മൾക്ക് ഫ്രീ റൈറ്റാണ്. ഈ റൈറ്റ് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പുറത്തെ ട്രാക്ക് ഓപ്പൺ ആണോ എന്ന് നോക്കണം. പിന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന സീബ്ര ലൈൻ ഇല്ലേ, സീബ്ര ലൈൻ ഒരു കാരണവശാലും നമ്മൾ ബ്ലോക്ക് ചെയ്യരുത്. അത് ഇവിടുത്തെ ഒരു നിയമമാണ്. അത് ബ്ലോക്കായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ വരും. അപ്പോൾ എപ്പോഴും നമ്മുടെ ഫ്രണ്ടിലത്തെ ആ വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ഇനഫ് ടു മൂവ് ഓൺലി യു ഷുഡ് പ്രൊസീഡ്. അതാണ് ഇവിടുത്തെ നിയമം. ഇതേന ഓൾറെഡി പനകളും ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാനുണ്ട് റോഡ് സൈഡ് നിറയെ. ലോട്ട് ഓഫ് ബിൽഡിങ്സ്. നമ്മൾ ടൗണിൻ്റെ ഉള്ളിലേക്ക് ഒത്തിരി പോയിട്ടില്ല കേട്ടോ. നമ്മൾ നമ്മുടെ ചെറിയ ടൗൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തുനിന്ന് നമ്മൾ വേഗം കയറി നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ ഉള്ളിലെ വീഡിയോസ് എടുത്തില്ല ഓൾറെഡി. നമ്മൾ വേഗം തിരിച്ചു പോകുന്നു. അപ്പോൾ കൂടുതൽ നമുക്ക് ബിൽഡിങ്സ് ഉള്ള ഏരിയ അല്ല കാണാം, ഓപ്പൺ സ്പേസുകളാവും. എന്നാലും അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പാകത്തിന് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോർമൽ ട്രാൻസ്പോർട്ട്സ്, ഗവൺമെൻറ് ട്രാൻസ്പോർട്ട്സ് ഉണ്ട് കേട്ടോ. ദുബായ്, ഷാർജ, അജ്മാൻ അവിടെ നിന്നൊക്കെ ഡയറക്റ്റ് അബുദാബിയിലേക്ക് ബസ്സുകളുണ്ട്. ഇപ്പോൾ ഓൾറെഡി റീസെൻ്റ്ലി ഷാർജ ടു അൽ എയിൻ, അല്ല അജ്മാൻ ടു അൽ എയിൻ ബസ് റൂട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യാത്ര ചെയ്യാൻ ഈസിയാണ്. നമുക്ക് ട്രാവൽ ചെയ്യാൻ സമയവും കാര്യങ്ങളും ഉണ്ടായാൽ മതി. ആ വിഞ്ചിൻ്റെ മേലെ പോർഷെ കൊണ്ടുപോകുന്ന ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണത്, പോർഷെ സ്പോർട്സ് കാർ. അതിൻ്റെ മോഡൽ എഡിഷൻ ഏതാണെന്നൊന്നും അറിയില്ല കേട്ടോ, ബട്ട് ഇറ്റ്സ് പോർഷെ, അത് നമുക്കറിയാം. സിഗ്നലും കാര്യങ്ങളും ഇവിടെ കൂടുതലാണ് കേട്ടോ, കമ്പയറിങ് ടു ഷാർജ ഓർ അജ്മാൻ അല്ലേ? മോമോ എന്തുണ്ടായ തലാട്ട് അങ്ങനെ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വീഡിയോ നമ്മളെല്ലാം എടുക്കുന്നത് അപ്പുറത്തേക്കാണ്. ഈ അബുദാബിയിലുള്ള മെയിൻ ഒരു കാര്യമുള്ളത് ഈ റോഡ് സ്പീഡ്സ്. നമുക്കിപ്പോൾ ഷാർജ, ദുബായ് ഒക്കെ ആകുമ്പോൾ ഈ റോഡ് സ്പീഡ് പ്ലസ് ഒരു 20 നമ്മൾ ചെയ്യും. പക്ഷേ അബുദാബിയിൽ റോഡ് സ്പീഡ് എത്രയാണോ അതിൽ മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പാടുള്ളൂ. പ്ലസ് 20 ഇല്ല. പ്ലസ് 20 എടുത്താൽ ഫൈൻ വരും. ഇപ്പോൾ 80 നോർമൽ ഓവർ സ്പീഡിൻ്റെ ഫൈൻ കിട്ടും. ആക്ച്വൽ സ്പീഡ് ഇതിപ്പോൾ 80 ആണ്. അപ്പോൾ നമ്മൾ 80ൽ പോകണം.
കാരണം ഇവർ ഇപ്പോൾ ഈ റോഡ് ഇപ്പോൾ ദുബായിലാണെന്ന് വെച്ചാൽ അവിടെ 60 ആവും മെൻഷൻ ചെയ്യാം. ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ റോഡിൻ്റെ ടോപ്പ് സ്പീഡ് ഇടും, പിന്നെ അതിൻ്റെ മേലേക്ക് കയറ്റി എടുക്കലൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് എങ്ങനെ അറിയാം? ലൈക്ക് അതൊക്കെ ഒരു അപ്ഡേഷൻസ് എല്ലാം ന്യൂസിലും കാര്യങ്ങളിലും വരും. ഇപ്പോൾ കുറച്ച് നാൾ മുൻപ് വരെ നമുക്ക് ദുബായ് അബുദാബി ആ മെയിൻ ഹൈവേയിൽ 2 ട്രാക്സ് 120 മിനിമം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്കതിലൊരു ഓൾമോസ്റ്റ് 6 ഫൈൻ കിട്ടിയിട്ടുണ്ട്. 5 ഫൈൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ലാസ്റ്റത്തെ സ്പീഡ് ട്രാക്കും സെക്കൻഡ് ട്രാക്കും നല്ല ഫുൾ സ്പീഡ്, അതായത് 120 താഴേക്ക് ഇറങ്ങാൻ പാടില്ല. മിനിമം സ്പീഡ് 120 ആയിരുന്നു അതിൽ. അതിപ്പോൾ ലാസ്റ്റ് മന്ത് ഹാഫോട് കൂടെ അത് ഫ്രീസ് ചെയ്തു ആ ഒരു തീരുമാനം. ഇനി അടുത്തൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇറ്റ് വിൽ ബി നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞിട്ട് അവർ ന്യൂസിലും റേഡിയോസിലും കാര്യങ്ങളിലൊക്കെ ന്യൂസ് വരും, ഇങ്ങനെ അപ്ഡേഷൻസ് വരും. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നത് പോർട്ട് ഏരിയ എന്ന് തോന്നുന്നു. അതെ, പോർട്ട്, കസ്റ്റംസ് ആൻഡ് പോർട്ട്. അതാണ് ഷിപ്പും കാര്യങ്ങളൊക്കെ കാണുന്നത്. എപ്പോഴും പറയാറുള്ള പോലെ ഇവിടെ 100ൻ്റെ റോഡായി, കണ്ട റോഡ് സൈൻസ് 100 ആയി. അപ്പോൾ നമുക്കിവിടെ മാക്സിമം 100 ഉള്ളൂ, 120 ഒന്നും പോകാൻ പറ്റില്ല. മാക്സിമം സ്പീഡ് യു ക്യാൻ ഗോ അപ് ടു 100. അബുദാബിയിൽ കൂടുതലും അറ്റ്ലീസ്റ്റ് യു വിൽ ഗെറ്റ് ലൈക്ക് 3 to 4 lanes ഉള്ള ട്രാക്സ് ഉള്ള റോഡ് ആയിരിക്കും. ഇവർ വെൽ പ്ലാൻഡും എന്താ പറയുക ഡെവലപ്പ് ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ട് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ സ്ട്രക്ചർ വൈസും അതെല്ലാം പ്രോപ്പറാണ്. അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 lanes കറക്റ്റ് കാണാൻ പറ്റും. അതെ. ഇപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഗേറ്റ് കണ്ടോ, ഡാർസ്, അതാണ് ഇവിടുത്തെ ടോൾ ഗേറ്റ് ആണത്. നമ്മുടെ വണ്ടി ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മുടെ വണ്ടിയിലെല്ലാം നമ്മുടെ നാട്ടിലുള്ള ഫാസ്റ്റ് ടാഗ് പോലത്തെ ഒരു ടാഗ് ഉണ്ടാവും. ആ ടാഗിൽ നമ്മൾ ക്യാഷ് റീചാർജ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ അതിങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ ഈ ടോൾ ഗേറ്റ്സ് ക്രോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കട്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ റൈറ്റ് സൈഡൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം വ്യൂ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. നമുക്ക് നല്ലൊരു ബ്ലൂ വാട്ടേഴ്സ്. അതെ. നൈസ്. എനിക്ക് തോന്നുന്നത് ഇതിൽ വീഡിയോ നമ്മുടെ ഫ്രണ്ട് വ്യൂവിലാണ് നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണില്ല. അത് നമ്മൾ വേറൊരു ദിവസം ഒരു വ്ളോഗായിട്ട് നമുക്ക് കാണിച്ചു തരാം, അബുദാബി എപ്പോഴെങ്കിലുമൊക്കെ വരുന്ന സമയത്ത്. ഇതൊരു വലിയ ഫുൾ സ്ട്രെച്ച്, ഒരു സ്ട്രെയിറ്റ് റോഡാണ് തന്നെ. സ്ട്രെയിറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീവിയേഷൻസ് എടുക്കാനില്ല, നേരെ പോകാവുന്ന റോഡ്. ഇവിടുത്തെ റോഡ് സ്പീഡ് 100 ആയിരുന്നു, അപ്പോൾ ഇത് 120 ആയി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ബോർഡ് കാണാതെ ഞാൻ സ്പീഡ് കൂട്ടില്ല എന്തായാലും. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ക്ലിയർ ആയിട്ട് കിടക്കുന്ന ലാൻഡ്സ് എല്ലാം കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ, ഓർ എന്തെങ്കിലും ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ വരാനുള്ളതാണ്. അതിങ്ങനെ അവിടെ ഓൾറെഡി പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ 120 റോഡായത് ആക്ച്വലി. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് മാക്സിമം സ്പീഡ് യു ക്യാൻ ഗോ അപ് ടു 120. ഈ സൈഡിൽ കണ്ട പൂക്കളും മരങ്ങളും ഈ ലോണൊക്കെ സെറ്റ് ചെയ്തിട്ട് ഭയങ്കര രസമായിട്ട് ഇവർ ബേസിക്കലി UAE മുഴുവൻ അങ്ങനെയാണ്. അവർ നല്ല മെയിൻറ്റെയിൻ ചെയ്യും, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. And also ഞങ്ങൾ വന്നപ്പോൾ I could see a lot of greenery around. റോഡ്സിലായാലും ഹൈവേസിലായാലും they have planted a lot of trees. ഗ്രീനറി നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കും. എപ്പോഴും പറയാറുള്ള പോലെ റോഡ് സ്പീഡ് നോക്കുക, പിന്നെ അതുപോലെ ബോർഡ് നോക്കിയിട്ട് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ടാണ് ഓടിച്ചു പോവാം. നമുക്ക് ഓൾമോസ്റ്റ് 165-170 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്യാണ്ട് 2.5 hours ആണ് കാണിക്കുന്നത്. ഏകദേശം നമ്മൾ 2.5 hours ഉള്ളിൽ തന്നെ നമ്മൾ എത്തും. റേഞ്ച് റോവറിൻ്റെ ആ ഫ്രണ്ടിൽ പോണ വണ്ടിയുടെ കളർ കണ്ട, ഒരു ബ്ലൂ ആണോ അത്? അല്ല, പർപ്പിൾ അല്ല മോമോ? അതൊരു ബ്ലൂ എന്ന് പറയാം. ബ്രിഞ്ചലിൻ്റെ കളറല്ല, ബ്രിഞ്ചൽ പർപ്പിൾ അല്ലേ? ബ്രിഞ്ചലിൻ്റെ കളറല്ല അത്. കറക്റ്റ്, ഓരോരുത്തരുടെ കൂളിംഗ് ഗ്ലാസിൻ്റെ ആവും. നമ്മൾ വലിയ ധൃതി പിടിച്ചിട്ട് പോകുന്നില്ല കേട്ടോ. നമ്മളൊരു ആവറേജ് റോഡ് സ്പീഡ് 120 ഉള്ളപ്പോൾ ഒരു 100 to 120 ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ പോവുക. അതാണ് നമ്മുടെ ഇന്നത്തെ ട്രാവലിംഗ് ലക്ഷ്യം.
അബുദാബി ഇതേ ഈ പറഞ്ഞ പോലെ റോഡ് സ്പീഡെല്ലാം നല്ല രീതിയിൽ വെക്കുന്നതുപോലെ തന്നെ ക്യാമറകളും അതിനനുസരിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ എപ്പോൾ സ്പീഡ് കൂട്ടിയാലും നല്ല മിഠായി കിട്ടും. കണ്ടപ്പോൾ റൈറ്റിലും ലെഫ്റ്റിലുള്ള ആ ഒരു ട്രീസ് പനയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ഭംഗിയിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ വെയിലിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് നമുക്കൊരു അണ്ടർപാസ് കിട്ടുമ്പോൾ ഒരു സുഖം അല്ലേ? ആ വെയിൽ നല്ലൊരു സുഖം. ഈ നേരത്തെ ട്രാഫിക് കുറവാകും. ഇനി ഒരു 3 o'clock കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ലൊരു ഹൈക്ക് വരും. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ 2 ലാൻഡ് ക്രൂസർ പോകുന്നു. മൈ ഓൾവേസ് ഫേവറേറ്റ് ലാൻഡ് ക്രൂസർ. ഇത് യാസ് ഐലൻഡിൻ്റെ ഒക്കെ വഴി കേട്ടോ. നമ്മളൊരു പ്രാവശ്യം വന്നിട്ടില്ല മാമ. വാട്ടർ പാർക്ക്. റോഡ് സ്പീഡ് 140 ആയി. ഞാനിപ്പോഴേ ശ്രദ്ധിച്ചത് 140-യുടെ റോഡായത്. അപ്പോൾ ഏറ്റവും മാക്സിമം നമുക്ക് പോകാൻ പറ്റുന്ന സ്പീഡാണ് 140. ഏത് ലൈനിലായാലും ഫ്രണ്ടിൽ ക്ലിയർ ആണെങ്കിൽ യു ക്യാൻ ഗോ അപ് ടു 140. ദാറ്റ്സ് ഇറ്റ്. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊരു പുതിയ കൺസ്ട്രക്ഷൻ കാണാട്ടെ. ഇതൊരു ഓവർ ബ്രിഡ്ജ്, ക്രോസിംഗ് ബ്രിഡ്ജ് പണിതുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ സ്ട്രെച്ചർ കണ്ടോ, അതിന് സ്കഫോൾഡിംഗ് ഒക്കെ ഇട്ടിട്ട് അതിന് ഓൾറെഡി സ്ട്രെച്ചർ കെട്ടി ഇനി അത് ഫില്ല് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് അങ്ങനെ വരും.
ഇവിടുത്തെ പണിയൊക്കെ പെട്ടെന്ന് തീർക്കും കേട്ടോ. ഭയങ്കര ക്വിക്ക് ഫാസ്റ്റാണ്. കാരണം ഒരു ഒത്തിരി ഡിലേ ആക്കില്ല. ഇൻഫ്രാസ്ട്രക്ചർ ചേഞ്ച് ചെയ്യണതിനനുസരിച്ച് ഇവർക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും എന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ട് ഇവരിത് ഡിലേ ആക്കാതെ പെട്ടെന്ന് തന്നെ വർക്കുകൾ തീർക്കും. GMCയുടെ യുക്കോൺ വലിയ വണ്ടി കേട്ടാ. അതെ അതെ അതെ, ഭയങ്കര വലിയ വണ്ടി. കണ്ട റൈറ്റ് സൈഡിൽ ആ ബ്ലാക്ക് കളർ പോകുന്നത് ഭയങ്കര സ്പേഷ്യസാ. ശരിക്കും ഒരു ട്രാവലറിൽ നമ്മളൊരു 7 സീറ്റർ സെറ്റ് ചെയ്ത പോലെ, ട്രാവലറിൽ പോണ പോലെ. GMC ആണ്, US വണ്ടിയാണ്. അപ്പോൾ അമേരിക്കൻ. ആ ലോങ് ഡ്രൈവ്സ് പാസഞ്ചറിനായാലും ഡ്രൈവറിനായാലും ഒക്കെ ഭയങ്കര കംഫർട്ടാണെന്ന് കേട്ടിട്ടുള്ള. മോമ ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലേ? കിടന്ന് പോവാം, ഇരുന്ന് കിടന്ന് പോവാം. നമ്മൾ 120 എബോവ് പോകുമ്പോൾ കിട്ടുന്ന ഒരു ബീപ്പ് സൗണ്ടാണ് അത്. പരമാവധി അത് എടുക്കാതെ പോവുക. 120 ബില്ല് ഞാൻ പോവാറ്. ജസ്റ്റ് ഒരു 1.2 പോയിൻ്റ് ഒന്ന് മേലേക്ക് കയറിയപ്പോൾ വന്നിട്ടുള്ള ഒരു സൗണ്ടാണത്, സിഗ്നൽ.
And also ഇപ്പം ദുബായ് ടു അബുദാബി ഒരു പുതിയ റോഡ് ഓപ്പൺ ആവുന്നുണ്ടല്ലോ. കേട്ടിട്ടുണ്ട് ഞാൻ. വേറെ റോഡ് ഓപ്പൺ ആവണ്ട, ദുബായിന്ന് ഏതെങ്കിലും എക്സിറ്റ്സ് ആവും. ഇങ്ങനെ ന്യൂസിനകത്ത് കേട്ടാൽ ദുബായിന്ന് ഒരു റൂട്ട് ഓർ സംതിങ് ദാറ്റ്സ് കമ്മിങ് അപ്പ്. പുതിയ റോഡ് കമ്മ്യൂട്ടേഷൻ ടൈം കുറയും. അത് ഒരു ഇടയ്ക്ക് ഓരോ പുതിയ റോഡ്സ് ഓപ്പൺ ആവും. But I think for people, Ajman, Sharjah എന്നൊക്കെ വരുന്നവർക്ക് it's a big task, right? Coming to Abu Dhabi. അബുദാബി ഓൾറെഡി 150 കിലോമീറ്റർ ഫാർ ആണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അബുദാബിയിലുള്ളവർക്ക് ദുബായ് വരാനായാലും ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മൽക്കൈൻ ആ ഭാഗത്തു നിന്നുള്ളവർക്കൊക്കെ അബുദാബിക്ക് വരുമ്പോഴത്തെ ടാസ്ക്, അതായത് 150 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണമല്ലോ. ഇവിടെ വേസവി അതൊരു ബുദ്ധിമുട്ടല്ല, ബട്ട് ഒരു 1 hour 2 hour ഒക്കെ കൺസ്യൂം ചെയ്യുന്ന ഒരു ട്രിപ്പാണ് അത്. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. ടയേർഡ് ഫീൽ ചെയ്യില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 120 140 റോഡിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് ആ സ്പീഡ് 80 ആയി. നമ്മളിത് കീപ്പ് ചെയ്തില്ല എങ്കിൽ എവിടെയെങ്കിലും അവരൊരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പണി കിട്ടാനുള്ളതായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി സ്പീഡ് കുറച്ച് പോവുക. ഫ്രണ്ടിലാണ് പോകുന്നവരൊക്കെ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മളിതേ ഓൾറെഡി പ്രോപ്പർ ഹൈവേയിലേക്ക് കടന്നത്. ആ ഒരു ടെസ്ല റൈറ്റ് സൈഡിൽ കാണാം. എനിക്കറിയില്ല, ഇപ്പോൾ നാട്ടിൽ ഓൾറെഡി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അതൊരു കോമൺ ആയി തുടങ്ങി ടെസ്ല, അല്ല മാമു? ഹാൻഡ്സ് ഫ്രീ ഡ്രൈവിംഗ്, അതെ.
ഇത് റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഷോപ്പുകളില്ല, അത് മെയിൻ ഒരു സ്റ്റോപ്പാണ്. ഈ ഹൈവേയിൽ ആ ഹൈവേയിൽ മെയിനായിട്ട് കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് അവിടെ. എക്സാക്ട്ലി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ളൊരു മെയിൻ സ്പോട്ടാണ്. ഒറ്റ സ്ട്രെച്ച് പോകുമ്പോൾ ഇവിടെ നിന്നൊക്കെ ചായ കുടിച്ചിട്ട് അങ്ങനെ പോവാം ആൾക്കാർ. എസ്പെഷ്യലി അബുദാബി എയർപോർട്ടിൽ നിന്നൊക്കെ ആ വരുമ്പോൾ അതെ അതെ അതെ. you can stop and have some food.
ലോങ് ഡ്രൈവാണ്. എല്ലാവർക്കും ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും തോന്നുന്നു. ലക്ഷറി കാറുകൾ, ബെൻസിൻ്റെ വാൻ പോണുണ്ടോ? അതിവിടെ ഇപ്പോൾ കോമൺ ആയി കാണാൻ തുടങ്ങിയിട്ടുണ്ട്, ബെൻസിൻ്റെ വാൻ. ബ്ലാക്ക് കളർ. എനിക്ക് എന്ത് ഹോട്ടൽസും അങ്ങനെ ഈ അങ്ങനത്തെ ഓരോ എയർപോർട്ട് പിക്കപ്പ് പർപ്പസിനാണ് അങ്ങനെ കൂടുതൽ വാനുകൾ ഇവിടെ യൂസ് ചെയ്യാറ്. അതെ, എയർപോർട്ടിൽ നിന്ന് വന്ന് പിക്ക് ചെയ്ത് പോകുന്നത്. ലെക്സസ്, അത് മാജിക് ഗ്രീൻ ആണ്, മാജിക് ബ്ലാക്ക് ആ കളർ. അതൊരു ഗ്രീൻ ഷെയ്ഡും കിട്ടും, ബ്ലാക്ക് ഷെയ്ഡും കിട്ടും. അങ്ങനെ കുറേ ഒരു ചൈന വണ്ടി പോകുന്നു ലെഫ്റ്റില്. ആ മാറ്റ് ഫിനിഷ് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണ്, നമ്മൾ പലയിടത്തും കാണാറുണ്ട് അല്ലേ. കാണാനൊരു രസമുണ്ട്, ബട്ട് അത് ഒത്തിരി മജ തോന്നുന്നില്ല. അതായത് ഒരു SUV മോഡലുകൾക്കാണ് അത് രസമുള്ളൂ. മാറ്റ് ഫിനിഷ് വരുമ്പോൾ അത്ര മജ കിട്ടില്ല. SUVയിലേക്ക് പോകുമ്പോൾ നമുക്കതൊരു രസമുള്ളൊരു കളറാണ്. ഇപ്പോൾ പോകുന്ന നോക്കി ആ ഒരു പാത്രോളിന്റെ കളർ, ഗോൾഡോ സ്വർണം കളറും പൂശിയിട്ട് എനിക്കിഷ്ടമല്ല, ബട്ട് അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അതാണല്ലോ കമ്പനി ആ ഒരു കളർ ഇറക്കിയിട്ടുള്ളത്. അത് ചിലപ്പോൾ കമ്പനി ഇറക്കുന്ന കളർ ആവില്ല, അത് ആഫ്റ്റർ മാർക്കറ്റ് ആവും. BMW, വോക്സ് വാഗൻ, ഇഷ്ടം പോലെ ലക്ഷറി കാറുകൾ സൈഡിൽ കൂടെ പോകണ കാണാം. ടൊയോട്ട ക്യാമറി, അതൊരു സ്പോർട്സ് സെക്ഷൻ. അതെ. പിന്നെ അതേ നമ്മുടെ ജീപ്പ് റാംഗ്ലർ. അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളുടെ പേരും പറഞ്ഞ് ഇങ്ങനെ പോകേണ്ടി വരും. കാരണം മക്കളേത് ദുബായ് ആണ്, ഇതിനൊരു കുറവുണ്ടാവില്ല. ആ ഇൻഫിനിറ്റി, നിസാന്റെ ലക്ഷറി, ഇതാ പോണു ജി വാഗൻ. ആ കളറ് രസമുണ്ടല്ലേ, ബ്ലൂ കളറ്. ആ കാണാത്ത കളറൊന്നും അല്ല, അതൊരു ജി വാഗനിൽ ആ ഒരു കളർ കണ്ടിട്ടില്ല. പിന്നെ അതൊരു സ്പെഷ്യൽ എഡിഷൻ. ഈ റൈറ്റ് സൈഡിൽ ആ മതിൽ കെട്ടിയിട്ട് കാണുന്നുണ്ടല്ലോ, ആ മതിൽ കെട്ടി കാണുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടത്. ഇവിടുത്തെ ഡെസേർട്ട് ഇവർക്ക് ഫോറസ്റ്റ് പോലെയാണല്ലോ, അങ്ങനത്തെ ഏരിയ ആണത്. അതാണ് ആ രണ്ട് സൈഡും മതിൽ കെട്ടി അവിടെ പ്ലാന്റ്സ് വെച്ച്. അതിലേക്ക് നമുക്ക് ആക്സസ് കുറവാണ്. ഇല്ല നമുക്ക് കയറാൻ പറ്റില്ല അതിലേക്ക്, കാരണം അത് ഡെസേർട്ടാണ്. പിന്നെ അത് അവരൊരു ഫോറസ്റ്റ് പോലത്തെ കൺസർവേറ്റഡ് ഏരിയ അങ്ങനെ പറയില്ലേ. അതിലേക്ക് ഓരോ സ്പെഷ്യൽ പർപ്പസുകൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അതുകൂടെ പോയ വല്ല റിഗുകൾ, ഞങ്ങളങ്ങനെ ഒരു ഏരിയയിലേക്ക്, ഡെസേർട്ട് ഏരിയയിലേക്ക് ആക്സസ് ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ മുൻപ്. അതിൽ കൂടെ പോയാൽ ചിലപ്പോൾ റിഗ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പർപ്പസിന് വേണ്ടി നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. അതും ചില ഏരിയകളിലൊക്കെ നമുക്ക് സ്പെഷ്യൽ പാസ് വേണം. റോഡ് നല്ല കാലിയായിട്ട്, ക്ലിയർ സാഫായിട്ട് പോകുന്നുണ്ട് റോഡ്. നല്ല വെയിലും നല്ല ചൂടായി തുടങ്ങി കേട്ടോ. 45-44 ഡിഗ്രിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ചൂടാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു നാട്ടിലും ഏകദേശം ഈ ഒരു ചൂട് വരുന്നുണ്ട് നാട്ടിലത്തെ. പക്ഷെ നാട്ടിൽ നമുക്ക് ഒന്നും കൂടി എക്സ്പെക്റ്റ് ചെയ്യാൻ മഴ പെയ്യുമല്ലോ എന്നുള്ളത്. ഇവിടെ ആ ഒരു പ്രതീക്ഷയും വേണ്ട. മഴ പെയ്താൽ പെയ്തു. പക്ഷെ മഴ പെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഒരു 2 ദിവസത്തെ ഒരു
ബുദ്ധിമുട്ടാവുള്ളൂ ഇവിടെ, ചളി കുത്തി അങ്ങനെ ഒരു വൃത്തികെട്ടത്. അതെ, ഫ്ലഡ് കയറി വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ അല്ലേ? ലാസ്റ്റ് ഇയർ. പക്ഷെ മഴ പെയ്യാതിരിക്കുന്നതാണ് ഇവിടെ നല്ലത്. നാട്ടിലാണെന്ന് വെച്ചാൽ മഴ പെയ്യുന്നതാണ് എപ്പോഴും നാട്ടിലെല്ലാവരും പ്രിഫർ ചെയ്യാം. ഇവിടെ മഴ പെയ്ത അന്നത്തെ ഒരു ദിവസത്തെ ഒരു സുഖമുള്ളൂ. അത് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം വലിയ ആകെ ചളി കെട്ടി മഡ് നിറഞ്ഞ ആകെ ഒരു സുഖമില്ലാത്ത അന്തരീക്ഷമായി മാറും. ആ ഒരു പോകുന്ന ബസ്സിന് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കണ്ട, നമ്മുടെ നാട്ടിലാണ് ഇത് ചെയ്തേക്കണെന്ന് വെച്ചാൽ ഫുൾ ഫൈൻ വരും. എന്താ അത് കാണുമ്പോൾ ഭയങ്കര വൃത്തികേട് തോന്നുന്നു. എന്നാലും ഇവിടുത്തെ ഗവൺമെൻറ് അത് അംഗീകരിച്ചിട്ട് ആ ആഡ് അവർ വെച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷെ നാട്ടിൽ ഈ വക ആഡൊക്കെ വണ്ടിയും ഒരു സ്റ്റിക്കർ പറ്റില്ല, കളർ പറ്റില്ല. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അവർക്ക് തന്നെ എനിക്ക് തോന്നുന്നത് അതിനൊരു എക്സ്പ്ലനേഷൻ ഇല്ല എന്ന് തോന്നുന്നു. നാട്ടിലെ RTOനായാലും കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അത് അവോയ്ഡ് ചെയ്യുന്നത് എന്ന് അവർക്ക് തന്നെ അറിയില്ല. എന്നാലും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ തന്നെ അബുദാബിയുടെ റോഡ് കഴിഞ്ഞു. ഓൾറെഡി ദുബായിലേക്ക് എൻട്രി ചെയ്തു. ദുബായ് റോട്ടിലേക്ക് എത്തി. അതാണ് അവിടെ ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടിട്ടുണ്ടാവുന്നത്. ലാസ്റ്റ് ചാൻസ് അല്ല, സോറി, ലാസ്റ്റ് എക്സിറ്റ്. അവിടെ അത് എത്തിയിട്ടില്ല, ആവാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ, ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ കുറേ കഫേകൾ, കോഫി ഷോപ്സ്, എഡ്നോക്കിൻ്റെ പെട്രോൾ പമ്പ്. നല്ല രസമുള്ളൊരു സ്പോട്ട്. നമുക്ക് ഒരു ദിവസം ഒരു വ്ളോഗ് ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു വ്ളോഗ് എടുക്കാം. അപ്പോൾ അതിൽ ലാസ്റ്റ് എക്സിറ്റ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, രണ്ട് സൈഡിലുണ്ട് കേട്ടോ. ദുബായിൽ നിന്ന് വരുമ്പോൾ അബുദാബിക്ക് പോകുമ്പോഴൊരു ലാസ്റ്റ് എക്സിറ്റ് കിട്ടും.
അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് എൻട്രി ചെയ്യുമ്പോഴും ലാസ്റ്റ് എക്സിറ്റ് വരും. It's like a break you can take in ആ between. അത് നമ്മൾ അബുദാബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടില്ല, അതേപോലത്തെ അല്ല. ഇതൊരു വെൽ ഓർഗനൈസ്ഡ്, കാണാൻ മാത്രം ഒരു രസമുള്ള ഒരു ഏരിയ. അത് നമുക്കൊരു വ്ളോഗായിട്ട് ചെയ്യാം ഒരു പ്രാവശ്യം. ഒരു 1 hour ഡിസ്റ്റൻസിലാണ് എനിക്ക് തോന്നുന്നു അബുദാബിയും ആ ദുബായിലോട്ട് 1 hour ഡിസ്റ്റൻസിൽ നമുക്ക് ഈ ബ്രേക്ക് കിട്ടും. എക്സിറ്റ് വരും. അതായത് അതിൽ നമുക്ക് ഒരു ഡേ ഷോട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാം, ഒരു നൈറ്റും. രണ്ട് സൈഡിൽ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കണ്ടോ, റൈറ്റും ലെഫ്റ്റും കാണാം. നല്ലൊരു രസമുള്ള ഒരു ഏരിയ ആണ്. ദുബായിലേക്ക് കടന്നപ്പോൾ ഇതേനെ ഫുൾ പൂക്കളൊക്കെ തുടങ്ങിയിട്ടാ. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാമല്ലേ ഫ്ലവേഴ്സും കാര്യങ്ങളും. അത് നമ്മുടെ കടലാസ് പൂവല്ല, എന്താ അതിന് ഇംഗ്ലീഷിൽ പറയാ, ബോഗൻ യാ ബോഗൻ വില്ല എന്ന് തന്നെയാണ്. അത് സിനിമ പേരല്ലേ? ആ പൂവിൻ്റെ പേര് അത് തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു റഷ് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം അവിടുന്ന് അത്ര വണ്ടികൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ എല്ലാവരും ധൃതി പിടിച്ചിട്ടാണ് പോകുന്നത്. എല്ലാവരും ഭയങ്കര ധൃതിയാണ്. ഇതാ പോണു മാറ്റ്, ആ പത്രോൾ കണ്ട, ആ വണ്ടി ഇപ്പോൾ മാറ്റ് ബ്ലാക്ക് ആണ്. അത് പക്ഷെ എനിക്കതൊരു ഇഷ്ടമല്ല കേട്ടോ. ചില വണ്ടികൾക്ക് ഈ പറഞ്ഞ ഡിഫൻഡർ കാണാൻ നല്ല രസമാണ്. യാ ഡിഫൻഡർ മാറ്റ് ബ്ലാക്ക് കാണാൻ രസം. പക്ഷെ ആ പത്രോള് ഗ്ലോസി ആണെന്ന് വെച്ചാൽ, ഗ്ലോസി കളറാണെന്ന് വെച്ചാൽ നല്ല ഭംഗിയത്. ആ പുതിയ ലെക്സസ് കണ്ട, മാജിക് ഗ്രീൻ 2 കളർ ഷെയ്ഡ് കിട്ടും അതിൽ. ബ്ലാക്കും കിട്ടും ഗ്രീനും കിട്ടും. അങ്ങനെ കുറേ വണ്ടികളും പൂക്കളും ഗ്രീനറി എല്ലാം കണ്ട് ഒരു ലോങ് ഡ്രൈവ് നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കാണുമ്പോൾ. എല്ലാവരും നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്ത് പോയ പോലെ തോന്നുന്നുണ്ടാവും. കാരണം അത്ര നേരമായി ഞങ്ങളിത് ആക്ച്വലി ഇത്ര എക്സ്റ്റെൻഡ് ചെയ്യാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. ഈ 1 hour അല്ലെങ്കിൽ 2.5 hour നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഈ കാണുന്നത് എന്ന് നമ്മുടെ ഓഡിയൻസ് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് അബുദാബി ടു ദുബായ് റോഡ് എന്താണെന്നും അതിൽ തിരക്ക് എന്താണ് അതിൽ കാണാനുള്ളത്, പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഈ ഒരു സ്ട്രെയിറ്റ് റോഡ്, ഒരു സ്ട്രെയിറ്റ് റോഡ്, 2 സൈഡിലും ചെറിയ ഗ്രീനറി, ഡെസേർട്ട് ഫുള്ളി ഡെസേർട്ട് കണ്ടിട്ടില്ല നമ്മളിവിടെ. ഈ റോഡിൽ കാണാറില്ല. എല്ലാ ഗ്രീനറി വന്നിട്ട് കവർ ചെയ്ത് പോകും. ഗ്രീൻ മരങ്ങൾ, അതെ, ട്രീസ് വെച്ചിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു ട്രാക്ക്, സ്ട്രെയിറ്റ് പോകുന്ന റോഡ്. അത് തന്നെയാണ് അബുദാബി ദുബായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനിയും ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് ഓൾമോസ്റ്റ് 50 മിനിറ്റ്സോളം നമുക്ക് പോകാനുണ്ട് മുന്നിലേക്ക്. അത്ര ലെങ്തി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ നല്ല വെറുപ്പാവും. കാരണം ഇനി നമ്മൾ എന്താണ്ടാവുന്നത് വെച്ചാൽ നമ്മളിത് എൻട്രി ചെയ്യുന്നത് നമ്മൾ ദുബായ് ടൗണ് ടച്ച് ചെയ്യില്ല. നമ്മൾ ഔട്ടർ സ്കേർട്ടിലൂടെ കടന്ന് 311 കയറി നമുക്ക് റഷ് കിട്ടേണ്ടതാണ്. ഈ നേരത്തെ അറിയില്ല ഏത് വഴിയാണ് ഗൂഗിൾ മാപ്പ് കൊണ്ടുപോകാന്നുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ആ റോഡ് തന്നെ ആവും. കാരണം 611 കൂടി പോയി വളഞ്ഞിട്ടാണ് പോവാം. ഈ 311 611 എന്നൊക്കെ പറയുന്നത് ഓരോ റോഡുകളുടെ നമ്പറാണ്.
അത് UAE-ലുള്ളവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ NH47 അങ്ങനെ കാര്യങ്ങൾ പറയുന്ന പോലത്തെ റോഡ് നെയിംസ് ആണ്. ഇവിടെ ആ റോഡ് നെയിംസ് വെച്ചിട്ടാണ് വണ്ടി കൂടുതൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് പറഞ്ഞാലാണ് ആൾക്കാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കൂടുതൽ ഈസി ആവുക. അപ്പോൾ ഇതേനെ നമ്മളിനി ഓൾറെഡി ദുബായിലേക്ക് കടന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഇനി ബോട്ട്സിൽ ദുബായ് അല്ല കാണും, ഇനി ഇതേ ഷാർജ സിറ്റി സെൻറ്റർ അല്ലെങ്കിൽ സെൻറ്റർ ഇത് മറ്റേ പോർട്ട് കണ്ടോ, ഷാർജ കാണാം, ജബലലി കാണാം, പോർട്ട് കാണാം, അൽ മക്തൂം എയർപോർട്ട് കാണാം. അങ്ങനെ ഇനി ആ വക ബോർഡുകളെ കാണുള്ളൂ, കാരണം നമ്മൾ വി ഓൾറെഡി എൻറ്റേർഡ് ദുബായ്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒരു ലോങ് ഷോർട്ട് വീഡിയോ അങ്ങനെ പറയാൻ പറ്റുമോ, ലോങ് മോട്ടോർ വ്ളോഗ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആർക്കും വെറുപ്പായിട്ടില്ല എന്ന് വിചാരിക്കുന്നു, കാരണം ഇത് അത്രമാത്രം ലെങ്തി ആയിരുന്നു വീഡിയോ. അപ്പോൾ ഇനി ഞങ്ങൾ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, ഞങ്ങൾ മെല്ലെ സൈൻ ഓഫ് ചെയ്ത് ഞങ്ങൾ മെല്ലെ അടുത്ത വീഡിയോ ആയിട്ട് എത്ര വേഗം ഇനി വരുന്നതെല്ലാം ഷോർട്ട് വീഡിയോസ് ആവേ, അതായത് ഇത്ര ലെങ്ത് ഒന്നും ഉണ്ടാവില്ല. മാക്സിമം നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുള്ള പോലെ തന്നെ നമുക്കൊരു 10 മിനിറ്റ്സ് മോട്ടോർ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുള്ള ഒരു 10 മിനിറ്റ്സ് തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് തുടർന്നുള്ള വീഡിയോസായിട്ട് ഞങ്ങൾ ഫർദർ വരുന്നതായിരിക്കും. സോ അപ്പോൾ ഒത്തിരി ഇനി വലിച്ചു നീട്ടുന്നില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. See you next time. Bye.